ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. എന്താണ് നമ്മുടെ കേരളത്തിന് പറ്റിയിരിക്കുന്നത്? എല്ലാത്തിനും സമ്മർദ്ദം സമ്മർദ്ദം സമ്മർദ്ദം. എന്താണിത്? ഇത്രയധികം സമ്മർദ്ദങ്ങൾ ഉണ്ടാകുവാനുള്ള കാര്യം എന്താണ്? പൊതുപ്രവർത്തനത്തിലും പഞ്ചായത്ത് ഇലക്ഷനിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും സമ്മർദ്ദം, ജോലിക്ക് സമ്മർദ്ദം, എല്ലാത്തിനും മനുഷ്യന്റെ ജീവൻ എടുക്കുന്നു. എന്താണിത്? ഇത്തരം പ്രവർത്തികളിൽ നിന്ന് യുവത്വം തീർച്ചയായും വിട്ടുനിൽക്കണം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിന് പരിഹാരമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത് നമ്മളെ കൊണ്ട് സ്വയം അത് സാധിച്ചെടുക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ സുഹൃത്തുക്കളുമായും ഉറ്റവരുമായും ബന്ധുക്കളുമായും മാതാപിതാക്കളുമായും ഒക്കെ പങ്കുവച്ച് അതിൻ്റെ ഭാരം കുറക്കുക എന്നല്ലാതെ അത് മനുഷ്യജീവൻ എടുക്കുന്നതിലേക്ക് എത്തരുത്. ഇതാണ് 2 ദിവസം കൂടുതലായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. മനുഷ്യജീവൻ എടുക്കുന്നതിലേക്ക് ഇത്തരം സമ്മർദ്ദങ്ങൾ എത്താൻ പാടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇത് മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടല്ല, ഇത് സ്വയം അതിലേക്ക് എത്തിച്ചേരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഏത് വിഷയത്തിൻ്റെയും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ജോലിയുടെയാണെങ്കിലും പൊതുപ്രവർത്തനമാണെങ്കിലും എന്താണെങ്കിലും കുടുംബ പ്രശ്നമാണെങ്കിലും ഏതാണെങ്കിലും അതിൽ നിന്നെല്ലാം അതിന് മുക്തി നേടുക എന്നതാണ് കാര്യപ്രാപ്തി കൈവരിച്ച ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. അല്ലാതെ സമ്മർദ്ദതന്ത്രങ്ങൾ കൊണ്ട് അത് മനുഷ്യജീവൻ എടുക്കുവാൻ പാടുള്ളതല്ല. മനുഷ്യജീവൻ അങ്ങനെ വളരെ വിലപ്പെട്ടതാണ്, അതങ്ങനെ നശിപ്പിക്കപ്പെടുവാൻ പാടുള്ളതല്ല. തീർച്ചയായും ഇതിനാരും ഉത്തരവാദിയല്ല. ഇത് സ്വയം തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയാണ്. ഈ സ്വയം തിരഞ്ഞെടുക്കുന്ന ഈ വഴിയിൽ ഒരാൾ ജീവനൊടുക്കിയാൽ അതോടെ ആ പ്രശ്നം അവസാനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ തീർച്ചയായും മനുഷ്യജീവനെടുക്കുന്നതിലേക്ക് ഒരാളും ഈ ഒരു സമ്മർദ്ദതന്ത്രത്തിലും എത്തിപ്പെടുവാൻ ശ്രമിക്കരുത്. അത് ഒരു യാഥാർത്ഥ്യ ബുദ്ധിയുള്ള കാര്യമല്ല എന്നതോടെ ഉണർത്തുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി കൂടി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് സമ്മർദ്ദതന്ത്രം എന്ത് തന്നെയായാലും, ജോലിയുടെ ആയാലും പൊതുപ്രവർത്തനമായാലും കുടുംബകാര്യമായാലും ഏതാണെങ്കിലും അതിനെയെല്ലാം നേരിടുക എന്നതാണ് ഒരു ഉത്തമ മനുഷ്യന്റെ, ഉത്തമ യുവത്വത്തിന്റെ കൂടുതൽ യുവത്വം എന്ന് എടുത്തു പറയുന്നത് ഇപ്പോഴിതിൽ കൂടുതലും ഇത്തരം കാര്യങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് യുവത്വമാണ്. അതുകൊണ്ട് തന്നെയാണ് യുവത്വം എന്നെടുത്ത് പറയുന്നത്. യുവത്വം കുറച്ച് പ്രായമായവരൊന്നും ഇത്തരം പ്രവർത്തികളിലേക്കൊന്നും പോകുന്നില്ല. തീർച്ചയായും ഇത്തരം സമ്മർദ്ദങ്ങൾ വഴി ഒരാളും ജീവൻ അവസാനിപ്പിക്കരുത്. കാരണം അതിന് മുൻപ് തീർച്ചയായും താങ്കളുടെ സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും രക്ഷിതാക്കളുമായും ഒക്കെ വിഷയം ചർച്ച ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്തുക എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും അതിന് പരിഹാരമുണ്ട് താനും. ഇല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൗൺസിലർമാരെയും കൗൺസിൽ നൽകുന്നവരെയും ഒക്കെ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെയും ഒക്കെ അത്രയും ഒരു സമ്മർദ്ദമാണെങ്കിൽ ഡോക്ടർമാരെയും ഒക്കെ സമീപിച്ച് അതിൽ നിന്ന് രക്ഷ നേടുക എന്നതാണ് എല്ലാവരും ചിന്തിക്കേണ്ടത്. ഇത്തരം സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങിക്കൊടുത്ത് സ്വന്തം ജീവൻ നശിപ്പിക്കരുത് എന്ന് തന്നെയാണ് ഇവിടെ ഉണർത്തുവാനുള്ളത്. തീർച്ചയായും 2-3 ദിവസങ്ങളിലായി വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഒരുപാട് ജീവനെടുക്കുന്ന കഥകൾ. ഇത്തരം ജീവനെടുക്കുന്ന കഥകൾ ഇത് നാം സ്വയം വരുത്തി വെക്കുന്നതാണ്, അപകടങ്ങൾ കൊണ്ടുവരുന്നതല്ലല്ലോ. അപകടങ്ങൾ കൊണ്ടുവരുന്നതിന് നമുക്ക് നിവൃത്തിയില്ല. നമ്മൾ എന്തായാലും അത് വിധിയാണെന്ന് പരിതപിക്കുകയല്ലാതെ നിവൃത്തിയില്ല. ഇതല്ല, ഇത് തീർച്ചയായും നമ്മൾ വരുത്തി വെക്കുന്ന ഒരു വിനയാണ്. ഈ വിന നമ്മൾ വരുത്തി വെക്കാതെ തന്നെ നോക്കണം. ഇത് ഒരു പരിഹാരമല്ല എന്നത് കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ജീവനെടുത്തു, ആ ജീവൻ പോയി എന്നല്ലാതെ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായും ഒരാളും ഒരുവിധ സമ്മർദ്ദതന്ത്രത്തിനും വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തരുത്. അതിനെല്ലാം പരിഹാരമുണ്ട്, അതിനെല്ലാം പരിഹരിക്കപ്പെടുന്നുണ്ട്, പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനുള്ള സമൂഹമുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, കൗൺസിലിംഗ് നൽകുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദപ്പെട്ട ആളുകളുണ്ട്, സംഘടനകളുണ്ട്. തീർച്ചയായും ഈ എന്ത് വിഷയം തന്നെയാണെങ്കിലും അത് പങ്കുവെക്കപ്പെടുമ്പോഴാണ് അതിന് പരിഹാരമുണ്ടാകുകയുള്ളൂ. സുഹൃത്തുക്കളുമായും മാതാപിതാക്കളുമായും രക്ഷിതാക്കളുമായും നാട്ടുകാരുമായും ആരാണോ കൂടുതൽ അടുപ്പത്തിൽ വരുന്നത് അവരുമായൊക്കെ ആ വിഷയം പങ്കുവെക്കപ്പെട്ട് തീർച്ചയായും അത് പരിഹരിക്കപ്പെടണം. അത് പരിഹരിക്കും. പരിഹാരമില്ലാത്ത വിഷയം ഇന്ന് ലോകത്തെവിടെയുമില്ല. അപ്പോൾ ഈ വിഷയം ഇവിടെ വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്ത് എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ കുറേയധികം ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ജീവനെടുത്തു എന്നുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം വളരെ ഗൗരവമായി ചർച്ച ചെയ്തത്.
അതുകൊണ്ട് തന്നെ ഈ വിഷയം എല്ലാവരും വളരെ ശ്രദ്ധയോടെ കൂടി കൈകാര്യം ചെയ്യണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാരണവശാലും മനുഷ്യജീവൻ എടുക്കാൻ പാടുള്ളതല്ല. അതിൻ്റെ ഉത്തരവാദി നാം ഓരോരുത്തരാണ്. ഒരു സമ്മർദ്ദം നൽകുന്ന ആൾക്കും അതിൻ്റെ ഉത്തരവാദിത്തമില്ല. കാരണം അത് നമ്മൾ സ്വയം തീരുമാനിച്ചെടുക്കുന്ന തീരുമാനമാണ്. അതുകൊണ്ട് ഒരു ആൾക്കും അതിന് ഉത്തരവാദിത്തമില്ല. അതുകൊണ്ട് നമ്മൾ ജീവൻ ഒടുക്കിയാൽ തന്നെ നമ്മുടെ പ്രശ്നം അവസാനിക്കുന്നുമില്ല എന്നതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായും ഒരാളും ഇത്തരം സമ്മർദ്ദതന്ത്രങ്ങൾക്ക് വഴങ്ങാതെ ഇതിനുള്ള എല്ലാം പരിഹാരം ഇന്ന് സമൂഹത്തിലുണ്ട്. ആ പരിഹാര മാർഗങ്ങളിലേക്ക് നിങ്ങൾ എത്തപ്പെടണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.